എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലല്ല പൊതുവെ നമുക്ക് ടെൻഷൻ വരാറ്. പ്രത്യേകിച്ച് പുതിയൊരു കാര്യം ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ആൾക്കാർ പറയും, എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, ഇത്രയും കാലമായില്ലേ ഞാൻ ജോലി ചെയ്യുന്നു, അത് എനിക്ക് ഓക്കെയാണ്, എനിക്ക് കംഫർട്ടബിൾ സ്പേസ് ആണെന്ന് പറയും. അതേസമയം ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ ഓഫീസിൽ ഒരു നമുക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം പുതിയ പുതിയ ടാസ്ക് വരുമ്പോൾ എനിക്കത് നേരിടാൻ പറ്റുമോ എന്നുള്ള സംശയം വരാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പുതിയ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് അതിന് വേണ്ട ചില സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് എടുക്കാനായിട്ട് എനിക്ക് പറ്റുമോ എന്നുള്ള സംശയം, അതിലേക്ക് പോകുമ്പോൾ വലിയ അസ്വസ്ഥത മനസ്സിന് തോന്നുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പൊതുവെ പറയാറുള്ളതാണ്. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടൊരു ജീവിതം ഉണ്ടോ? അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് പല സിറ്റുവേഷൻസിനെയും നമ്മളങ്ങ് വേണ്ടാന്ന് വെക്കും. ഇപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാനാണ് നമുക്ക് ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ ആളുകളെ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും. അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഡിസിഷൻ എടുക്കാതെ മറ്റൊരാൾക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയും നമ്മൾ പിന്നോട്ട് മാറുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ മാറുമ്പോൾ നമ്മുടെ വിചാരം നമ്മുടെ ടെൻഷൻ മാറുന്നുണ്ട്, നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടെന്നാണ്. പക്ഷെ താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നില്ല, നമ്മൾ മുന്നോട്ടൊരു കാര്യത്തിലേക്ക് നമ്മൾ തീരുമാനം എടുക്കുന്നില്ല, ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല എങ്കിൽ പോലും സമാധാനമൊന്നും നമുക്കുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് അയ്യോ എന്താണ് ഇങ്ങനെ, എനിക്കൊരു സമാധാനം ഇല്ലല്ലോ എന്ന് മാറും. അല്ലെങ്കിൽ അടുത്ത ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ എടുക്കേണ്ടി വരുമോ, എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച് പേടിച്ച് ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ടെൻഷൻ മാറാനായിട്ടുള്ളൊരു വഴി? നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പോലെ അവോയ്ഡ് ചെയ്ത് പിന്മാറി നിൽക്കുകയല്ല ടെൻഷൻ മാറാനുള്ള ഏറ്റവും നല്ല വഴി. നമ്മളതിനെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുക. ആദ്യത്തെ 1-2 തവണ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു തവണ നമ്മൾ ആദ്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പോകുന്നു, വല്ലാതെ വെപ്രാളം തോന്നും, നമുക്ക് പേടി വരും, നമ്മൾ ആരെങ്കിലുമൊക്കെ ആശ്രയിക്കണമോ, നമുക്കെന്തെങ്കിലും പറ്റിപ്പോകുന്ന വരെ നമ്മൾ തോന്നിപ്പോകുന്ന പോലെ ടെൻഷൻ നമുക്ക് ഉണ്ടാവാം. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരികയാണ്, ടെൻഷൻ നമുക്ക് അകലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് ഈ ടെൻഷൻ മാറുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിതത്തിൽ ഗ്രോ ചെയ്യാനാണ്, മുന്നോട്ട് മെച്ചപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ടെൻഷൻ യഥാർത്ഥത്തിൽ ഒരിക്കലും തീരാൻ പോകുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഫേസ് ചെയ്തതിന് ശേഷം ആ ടെൻഷൻ മാറുകയും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ടെൻഷൻ ഇല്ലാത്ത ജീവിതത്തിനായിട്ട് നമുക്ക് നോക്കണ്ട. ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബെറ്റർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ടെൻഷൻ വരട്ടെ, അതിനെ ഫേസ് ചെയ്യാൻ നമ്മളെ എക്വിപ്ഡ് ആക്കുക എന്നുള്ള ചുമതലയാണ് നമുക്കുള്ളത്. ഓരോ ദിവസം അങ്ങനെ ചെയ്യാം. അതിനെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അത് തീരുകയാണ്. പിന്നെ നമുക്ക് ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജോലിയെ പറ്റിയുള്ള ഡിസിഷനാണ്, നമുക്ക് വളരെ ടെൻഷനുള്ള കാര്യമാണ്. പക്ഷെ അത് ഒരിക്കലും അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സിമിലർ ആയിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്കത് ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. അല്ലെങ്കിൽ ഫാമിലിയിലെ ഒരു കാര്യമാണ്. അത് ഓരോ തവണ ചെയ്ത് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്കിൽ അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അകലുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. ടെൻഷൻ അവോയ്ഡ് ചെയ്യല്ല, ഫേസ് ചെയ്ത് നമ്മുടെ ധൈര്യം കൂട്ടാനായിട്ട് നമുക്ക് ശ്രമിക്കാം.